യാത്ര അതൊരു അനുഭവമാണ്, പ്രത്യേകിച്ചും ജീവിതം തന്നെ യാത്രയായി പരിവർത്തനം ചെയ്യപ്പെടുമ്പോൾ. നമ്മളിന്ന് അർജന്റീനയിൽ നിന്നും ഏകദേശം 300 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന റൊസാരിയോ എന്ന പട്ടണത്തിലേക്കുള്ള യാത്രയിലാണ്. ലോകത്തെ ആകമാനം പിടിച്ചുകുലുക്കിയ ക്യൂബൻ കമ്മ്യൂണിസ്റ്റ് റവല്യൂഷന് ജന്മമേകിയ ചെഗുവരയും ആധുനിക തലമുറ ആവേശത്തോടെ ആരാധനയോടെ നെഞ്ചിലേറ്റി നടക്കുന്ന ലോകപ്രശസ്ത കാൽപന്ത് കളിക്കാരൻ മെസ്സിയും മറ്റനേകം ലോകമറിയുന്ന പ്രതിഭാശാലികളും പിറവികൊണ്ട നാട്ടിലേക്കാണ് ഇന്ത്യക്കാരനായ കേരളീയനായ ഇടുക്കിയുടെ ഒരു സാധാരണ മലയോര ഗ്രാമത്തിൽ നിന്നും വരുന്ന ഷിജു ജോർജ് എന്നയാൾ യാത്ര ചെയ്യുന്നത്. റൊസാരിയോയിലേക്കാണ് യാത്ര. ഇവിടെ നിന്ന് ഏകദേശം 3.5 മണിക്കൂർ യാത്രയുണ്ട് അവിടേക്ക്. നമ്മുടെ നാട്ടിലെ പോലെ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമൊന്നുമല്ല അത്. പൊതുവെ യാത്രാവാഹനങ്ങൾ അവിടേക്ക് കുറവാണ്. കാരണങ്ങൾ പലതാണ്. ലഹരി മാഫിയകൾ അരങ്ങുവാഴുന്ന, ലഹരി സംഘങ്ങൾ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് ഏറ്റുമുട്ടുന്ന, റിവോൾവറുകൾ പരസ്പരം ഗർജിക്കുന്ന ഒരു ഇരുണ്ട കഥ പറയാനുണ്ട് റൊസാരിയോയിലെ തെരുവുകൾക്ക്. വിനോദസഞ്ചാരികളായി എത്തുന്ന, പുറം നാട്ടുകാരെ കൊള്ളയടിക്കുന്ന നിരവധി കൊള്ളസംഘങ്ങൾ ഇവിടെയുണ്ട്. അവരുടെയൊന്നും കണ്ണിൽപ്പെടാതെ ക്യാമറയും ഫോണും പണവും മറ്റു വസ്തുവകകളും സൂക്ഷിച്ചുകൊണ്ട് പോകുക എന്നത് ശ്രമകരമായ ഒരു സംഗതിയാണ്. ഞാനിപ്പോൾ അവിടേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് വെനസ്വലേനിയൻ സ്വദേശിയായ ഒരു ടൂറിസ്റ്റ് ഗൈഡിനൊപ്പമാണ്. അദ്ദേഹത്തിന് സ്പാനിഷ് ഭാഷ പച്ചവെള്ളം പോലെ വഴങ്ങും. അതുകൊണ്ട് എനിക്ക് ഈ യാത്രയിൽ പ്രത്യേകിച്ച് ഭയപ്പെടാനൊന്നുമില്ല എന്ന് എന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് ഞങ്ങൾ രണ്ടും കൽപ്പിച്ചുള്ള ഈ യാത്ര മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ണത്ത ദൂരത്തോളം നീണ്ടു നിവർന്ന് കിടക്കുന്ന ഈ ഹൈവേയിലൂടെ മുൻപോട്ട് പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ ദയാനന്ദകരമാണ്. നോക്കത്ത ദൂരം പരന്നു കിടക്കുന്ന പാടങ്ങൾ, ഗോതമ്പ് വയലുകൾ, കൃത്യമായും വൃത്തിയായും നട്ടുപിടിപ്പിച്ചിരിക്കുന്ന വലിയ കരിമ്പ് തോട്ടങ്ങൾ. അവയ്ക്കിടയിലൂടെ കടന്നു പോകുന്ന ഈ ഹൈവേയിലൂടെ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് ആരോ വലിയൊരു കറുത്ത നൂൽ വലിച്ചു കെട്ടിവെച്ചിരിക്കുന്നെന്നാണ്. എന്തായാലും കണ്ണുകൾക്ക് കണ്ടുമടുക്കാനാവുന്നതിനും അപ്പുറത്ത് കാഴ്ചകളുടെ വലിയൊരു ലോകം തന്നെ മുന്നിലിങ്ങനെ നീണ്ടുപരന്ന് കിടക്കുകയാണ് വഴിയോരങ്ങളിൽ. യാത്ര ലക്ഷ്യപ്രാപ്തിയോടടുക്കുകയാണ്. സൂര്യൻ ചുവന്നു തൊടുത്തൊരു ചന്താരകമായി ആകാശക്കടലിൽ ചുവന്ന ചായം ചാലിച്ചുകൊണ്ട് റൊസാരിയൻ തെരുവുകളിൽ നിന്ന് മെല്ലെ മാഞ്ഞു തുടങ്ങുന്ന മനോഹരമായ കാഴ്ച. ഇതൊരു മനം കുളിർപ്പിക്കുന്ന കാഴ്ചാനുഭവമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രധാന പാത റൊസാരിയൻ തുറമുഖ പട്ടണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. തെരുവിൽ വലിയ ആളനക്കമൊന്നുമില്ല. ഈ കാണുന്ന സ്ഥലത്താണ് അർജന്റീനിയൻ ജനതയുടെ ദേശീയ പതാക പാറിക്കളിക്കുന്നത്. വിവിധ ദേശങ്ങളിൽ നിന്ന് കുടിയേറി വന്ന ജനതയുടെ ഓർമ്മപ്പെടുത്തലുകൾ അവിടെയായി കുറിച്ചിട്ടിരിക്കുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നല്ല തണുപ്പാണ്. അന്തരീക്ഷോഷ്മാവ് വളരെയധികം താഴ്ന്ന നിരക്കിലാണുള്ളത്. വളരെയധികം സാമൂഹിക പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്ന സ്ഥലമാണിത്. എൻ്റെ കയ്യിലുള്ള വിലപിടിച്ച വസ്തുക്കളെല്ലാം സൂക്ഷിക്കാൻ ഗൈഡ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് നിർദ്ദേശം തരുന്നുണ്ട്. അർജന്റീനയുടെ ദേശീയ പതാക ആദ്യമായി റൊസാരിയോവിൽ സ്ഥാപിച്ച സ്ഥലമാണിത്. വിശാലമായ ഈ അങ്കണത്തിൽ വിവിധതരം ആഘോഷ പരിപാടികൾ ആളുകളുടെ അഭിരുചിക്കനുസരിച്ച് നടത്തപ്പെടുന്നു. മാഫിയ സംഘങ്ങൾ വിഹരിക്കുന്ന ഈ പ്രദേശം എങ്ങനെ ചെഗുവേരയുടെ ജന്മസ്ഥലമായി എന്നുള്ളതിന് പിന്നിൽ കൗതുകം ജനിപ്പിക്കുന്ന ഒരു സംഭവ കഥയുണ്ട്. ചെഗുവേരയുടെ മാതാവ് ചെഗുവേരയെ പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന ഒരു രാത്രിയിൽ ഇതുവഴി യാത്ര ചെയ്യേണ്ടി വന്നു. യാത്രാമധ്യേ കലശലായ പ്രസവവേദന വന്നതിനാൽ അവർക്ക് യാത്ര പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. അന്ന് രാത്രിയിൽ ഇവിടെ വച്ചാണ് ചെഗുവേര ജന്മം കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ റൊസാരിയോ ചെഗുവേരയുടെ ജന്മസ്ഥലം എന്ന പേരിൽ പ്രസിദ്ധമാണ്. ഈ കാണുന്ന സമുച്ചയത്തിലെ 2ാം നിലയിലുള്ള ഫ്ലാറ്റിലാണ് ചെഗുവേര താമസിച്ചിരുന്നത്. അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇവിടെ ആലേഖനം ചെയ്തിരിക്കുന്നു. തൽക്കാലം അങ്ങോട്ടേക്ക് സന്ദർശകർക്ക് പ്രവേശനമില്ല. അത് അടച്ചിട്ട അവസ്ഥയിലാണുള്ളത്.
ചെഗുവേര വളർന്നു വന്നത് ഇവിടെ തന്നെയുള്ള മറ്റൊരു സ്ഥലത്താണ്. ആ പ്രദേശത്തെക്കുറിച്ച് കാരണം സാധാരണ ടാക്സി ഡ്രൈവർമാർ അവിടേക്ക് വരാറില്ല. യാത്രക്കിടയിൽ സംഭവിച്ചേക്കാവുന്ന കഷ്ടനഷ്ടങ്ങളെക്കുറിച്ച് അവർ ബോധവാന്മാരാണ്. എന്നിരുന്നാലും യാത്രകളെ ജീവിതമാക്കിയവർക്ക് ഇവിടേക്ക് വരാതിരിക്കാനാവില്ല. കാരണം ലോകം കാൽപന്ത് കളിച്ചു തുടങ്ങുന്ന ഓരോ ദിനങ്ങളിലും അവരുടെ മനസ്സിലൂടെ ആവേശം നിറഞ്ഞ ഓർമ്മകളായി എന്നും ഉജ്ജ്വലഭാവത്തോടെ ഉദിച്ചുയർന്ന് ഫുട്ബോൾ നക്ഷത്രമായി ജീവിക്കുന്ന ഈ നാട് ഓർമ്മകളിൽ പോലും രോമാഞ്ചം നിറയുന്ന അനുഭവമാണ്. അപ്പോൾ അത് അടുത്തുനിന്ന് കണ്ടറിയാൻ കിട്ടുന്ന അവസരങ്ങൾ ആരും വേണ്ടെന്ന് വയ്ക്കുകയുമില്ലല്ലോ. ഈ യാത്രാ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഓൾ.